ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ സുഭാഷിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സുഭാഷിതം ഞാൻ വായിക്കാം. അത് മലയാള ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. കാരണം എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി. കഴിഞ്ഞ പ്രാവശ്യം എല്ലാം അങ്ങനെ തന്നെ എഴുതിയത്. എല്ലാവർക്കും മനസ്സിലാവണ്ടേ, സംസ്കൃതം അറിഞ്ഞൂടാത്തവർക്കൂടെ മനസ്സിലാകണ്ടേ, വായിക്കാൻ അറിഞ്ഞൂടാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മലയാള ലിപിയിൽ എഴുതിയിരിക്കുന്നത്. അപൂർവഃ കോപി കോപാഗ്നിഃ സജ്ജനസ്യ ഖലസ്യ ച ഏകസ്യ ശാമ്യതി സ്നേഹാത് വർദ്ധതേ അന്യസ്യ വാരിതഃ. അപൂർവഃ കോപി കോപാഗ്നിഃ. കോപി ഉണ്ട്, കോ കഴിഞ്ഞിട്ടൊരു എസ് പോലെ ഒരു സിമ്പിൾ ഇട്ടിരിക്കുന്നതല്ലേ കോപി. അതെന്താണ്? കഹ പ്ലസ് അബിയാണ് കോപി. അത് ഞാൻ മലയാളത്തിൽ അബി, കഹ പ്ലസ് അബി എന്ന് പറഞ്ഞാൽ എന്താ? കോ, അവിടെ ആ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ സിമ്പൽ ഇട്ടിരിക്കുന്നത്. ആ ഉണ്ട്, അവിടെ ആ ഉണ്ട് കാണിക്കാൻ. അല്ലെങ്കിൽ കോപ്പി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ ഇല്ല എന്ന് വിചാരിച്ചാലോ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ചിഹ്നം ഇട്ടിരിക്കുന്നത്. അപൂർവഃ കോപി കോപാഗ്നിഃ. കോപാഗ്നിഃ കോപമാകുന്ന അഗ്നി. കോപം അഗ്നിയും ഒന്നാണെന്ന് പറയുകയാണ്. അതെങ്ങനെയാവും? അഗ്നി എങ്ങനെയാണ്? ഭയങ്കരമായ തീ, അങ്ങ് ഭയങ്കര അടുത്തോട്ട് ചെല്ലാൻ പോലും പറ്റില്ല അല്ലേ? അതുപോലെയാണ് ഈ കോപവും എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അപൂർവഃ കോപി കോപാഗ്നിഃ, അപൂർവമായ ഒരു കോപാഗ്നി. സജ്ജനസ്യ, ആരുടെയൊക്കെയാണത്? സജ്ജനസ്യ ഖലസ്യ ച. സജ്ജനസ്യ എന്നൊരു ഷഷ്ടി ഏകവചനം, സജ്ജനത്തിൻ്റെ. സജ്ജനം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഖലസ്യ ച, ഖലൻ ആരാണ്? ദുഷ്ടൻ അല്ലെങ്കിൽ ദുർജനം എന്നൊക്കെ പറയാം. ഖലസ്യ ച, ച എന്ന് പറഞ്ഞാൽ ആൻഡ് എന്നുള്ള അർത്ഥമാണ്. അപ്പം സജ്ജനസ്യ ഖലസ്യ ച കോപാഗ്നിഃ അപൂർവഃ. അവർ രണ്ടുപേരുടെയും കോപാഗ്നി അപൂർവമാണ്, അപൂർവമായ കോപാഗ്നിയാണ്. ഏകസ്യ ശാമ്യതി സ്നേഹാതോ. ഏകസ്യ, ഒന്നിന്. ഏകസ്യ എന്നുള്ളതും ഷഷ്ടി ഏകവചനം. ഷഷ്ടി ഏകവചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ന്, ക, എൻ്റെ, ഉടെ എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ഏകസ്യ, ഒന്നിൻ്റെ. ശാമ്യതി, ശാമ്യതി ശമിക്കുന്നു. എങ്ങനെ ശമിക്കുന്നു? സ്നേഹാത്ത്, സ്നേഹത്തിൽ നിന്ന്. സ്നേഹാത്ത് എന്നുള്ളൊരു പഞ്ചമി വിഭക്തിയാണ്. പഞ്ചമി വിഭക്തിയുടെ അർത്ഥം തന്നെ എന്താണ്? അതിൽ നിന്ന്, ഫ്രം എന്നുള്ള അർത്ഥം. സ്നേഹാത് ശാമ്യതി. ഏതാണ് സ്നേഹം കൊണ്ട് ശമിക്കുന്നത്? സ്നേഹത്താൽ ശമിക്കുന്നത് ഒന്നിൻ്റെ, ഒരെണ്ണം. പിന്നെ വർദ്ധതേ അന്യസ്യ വാരിതഃ. വർദ്ധതേ അന്യസ്യ വാരിതഃ, വർദ്ധിക്കുന്നു. അന്യസ്യ, രണ്ടാമത്തെ എന്താണ്? വർദ്ധിക്കുന്നു. വാരിതഃ, മാറാതെ അങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക, നിൽക്കുന്നില്ല, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നേരിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മുഴുവനായിട്ടുള്ള ഇത്, ബാക്കിയുള്ളത് നമുക്ക് എന്താണെന്ന് നോക്കാം. അതായത് ആദ്യത്തത് അപൂർവഃ കോപി കോപാഗ്നിഃ സജ്ജനസ്യ ഖലസ്യ ച. സജ്ജനത്തിനും ഖലനും, ഖലൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ദുഷ്ടൻ അല്ലെങ്കിൽ ദുർജനം. ദുഷ്ടനത്തിനും കോപാഗ്നി ഉണ്ട്, രണ്ടുപേർക്കും കോപാഗ്നി ഉണ്ട്. നേരത്തെ പറഞ്ഞു കോപമാകുന്ന അഗ്നിയാണ്, അത്രമാത്രം ചൂടുള്ളതാണ്. പിന്നെ അതെങ്ങനെയാണ്? രണ്ട് തരത്തിൽ, ഒന്ന് സജ്ജനത്തിൻ്റെ, ഒന്ന് ഖലൻ്റെ, രണ്ട് തരത്തിലാണ്. അപ്പോൾ സജ്ജനത്തിൻ്റെ നോക്കാം എന്താണെന്ന്. സജ്ജനത്തിൻ്റെ കോപം എങ്ങനെയാണ്? അവിടെ പറഞ്ഞിട്ടുണ്ട് ഏകസ്യ സ്നേഹാത് ശാമ്യതി. ഏകസ്യ എന്ന് പറയുന്നത് അവിടെ സജ്ജനങ്ങളുടെയാണ്. സജ്ജനത്തിൻ്റെ കോപാഗ്നി എങ്ങനെയാണ്? സ്നേഹാത് ശാമ്യതി, ശമിക്കുന്നു, ഇല്ലാതാക്കുന്നു. എങ്ങനെ? സ്നേഹാത്. അതെങ്ങനെയാണ് സ്നേഹം കൊണ്ട് ശമിക്കുന്നത്? അതായത് നമുക്ക് സ്നേഹപൂർവമായ ഒരു പെരുമാറ്റവും അതുപോലെ അങ്ങനെയുള്ള വാക്കുകൾ, അങ്ങനെയുള്ള പ്രവർത്തികൾ, സ്നേഹപൂർവമായ പ്രവർത്തികളും എല്ലാം കൊണ്ട് ആ കോപം നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും അല്ലേ? പിന്നെ ഇപ്പം അതിൻ്റെ ഇന്ന കാരണങ്ങൾ കൊണ്ടല്ലേ അങ്ങനെ പറ്റിയത്, അതുകൊണ്ട് നിങ്ങൾ ഒന്ന് സമാധാനപ്പെടും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയാം. അപ്പോൾ കാരണങ്ങൾ മനസ്സിലാകുമ്പോൾ എന്ത് ചെയ്യും? ആ കോപം തനിയെ അങ്ങ് ശമിക്കും. അത് ആരുടേതാണ്? സജ്ജനത്തിൻ്റേതാണ്. എന്നാൽ ഖലൻ അല്ലെങ്കിൽ ദുർജനം അല്ലെങ്കിൽ ദുഷ്ടൻ്റെ എങ്ങനെയാണ്? അത് ശമിപ്പിക്കാൻ വളരെ പ്രയാസമാണ്. അത് പിന്നെ ശമിക്കില്ല, വർദ്ധിച്ച് കൊണ്ടേയിരിക്കുകയുള്ളൂ എന്നാണ്. നേരത്തെ പറഞ്ഞു വാരിതഃ, മാറാതെ നിൽക്കുന്നു. പിന്നെ വർദ്ധതേ എന്നുള്ളത് വർദ്ധിക്കുന്നു, അതൊരു വെർബാണ്, ക്രിയ. വർദ്ധതേ, അപ്പോൾ അത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതെന്ത് ചെയ്യും? ചിലപ്പം പിന്നെ സ്നേഹത്താൽ അന്ധരായിത്തീരും, അല്ല കോപത്താൽ അന്ധരായി തീർന്നിട്ട് എന്ത് ചെയ്യും? അവൻ എന്താ ചെയ്യുന്നതെന്ന് പോലും നമുക്കറിയാൻ കഴിയില്ല.
എന്ത് വേണമെങ്കിലും ചെയ്യും അല്ലേ. നമ്മുടെ ബന്ധുക്കളെയും പിന്നെ സ്വന്തക്കാരെയും എല്ലാ സഹോദരങ്ങളെ എല്ലാവരെയും എന്ത് ചെയ്യും, അവരെന്താ ചെയ്യുന്നത്, എന്ത് വേണമെങ്കിലും ചെയ്യും അല്ലേ. കൊല്ലാൻ പോലും മടിക്കില്ല. നമ്മൾ പത്രങ്ങളിൽ കാണാറില്ലേ, പിന്നെ അച്ഛനെ പിന്നെ മകൻ കൊന്നു, അച്ഛൻ മകനെ കൊന്നു, മകൻ അമ്മയെ കൊന്നു, ഇങ്ങനെയൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? അത് കോപം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട്, മനസ്സിൽ പിടിച്ചു നിർത്താനുള്ള കഴിവ് അവർക്കില്ല. അപ്പോൾ ഈ കോപത്തിൽ നിന്ന് പിന്നെ നമുക്ക് രാജ്യത്ത് വെച്ച് രാജ്യം തന്നെ നോക്കാം. ഈ കോപം കൊണ്ട് പല കലാപങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ. കലാപങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ കോപത്തിൽ നിന്നാണ്. ഓരോ രാജ്യത്തിൽ ഓരോ കോപം നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ കലാപങ്ങൾ ഉണ്ടാകുന്നത്. ചെറിയ കലഹങ്ങൾ ഇത് പറഞ്ഞു തീർക്കില്ല, ചെറിയ കലഹങ്ങളുണ്ടാകും, അതൊന്നും പറഞ്ഞു തീർക്കില്ല. എന്ത് ചെയ്യും പിന്നെ? അതിന് പകരം അത് ആളിക്കത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് ആളിക്കത്തും. അതിൻ്റെ ഫലമായിട്ടാണ് പല രാജ്യങ്ങളിൽ എന്തുണ്ടാകുന്നത്? എത്രയോ നാശനഷ്ടങ്ങൾ നമ്മൾ ഉണ്ടായിട്ടില്ലേ? ഇതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിനകത്ത് വെള്ളം കൊണ്ടൊഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതങ്ങ് അണഞ്ഞു പോകും. പക്ഷേ ആ തീയിൽ എണ്ണ ഒഴിച്ചാലോ അത് ആളിപ്പടരും. അപ്പം അതുപോലെയാണ് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് നടന്നു. അത് സജ്ജനങ്ങളുടെ പിന്നെ കോപം അങ്ങനെയാണ്. എന്നാൽ പിന്നെ ഖലന്മാരുടെ അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ എങ്ങനെയാണ്? എണ്ണ ഒഴിക്കും പോലെയാണ്. തീയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യം. അത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? കോപം ഉണ്ടെങ്കിലും അത് പതുക്കെ തടയാൻ നോക്കണം ആരെങ്കിലും. ഇപ്പോൾ പറയാറില്ലേ, രാമായണത്തിൽ പറയും പോലെ കോപം പരിത്യജിക്കണം ബുധജനം എന്ന് പറഞ്ഞാൽ പണ്ഡിതർ. കോപം പരിത്യജിക്കണം എന്ന് പറയും. അപ്പോൾ നമ്മളെല്ലാവരും കോപം അടക്കി വയ്ക്കുക എന്നാണ്. അത് കോപം എല്ലാവർക്കും ഉണ്ടാകാതിരിക്കില്ല. പക്ഷെ അത് കുറച്ച് നേരത്തേക്ക്, അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർ പറയുന്ന അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ച് നമ്മുടെ കോപം നമ്മൾ ഇല്ലാതാക്കുക. അപ്പോൾ ഇന്നത്തെ സുഭാഷിതം പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.